തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാറി കുലശേഖരം ജംഗ്ഷന് സമീപം, കുലശേഖരത്ത് നിന്ന് കുലശേഖരം വെള്ളൈക്കടവ് റോഡാണ് ഈ കാണുന്നത്. ഈ റോഡിലേക്ക് കുലശേഖരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ വരുമ്പോൾ നമുക്ക് ഹംനെറ്റ് കോക്കനട്ട് വാലി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വില്ല പ്രോജക്റ്റ് കാണാം. ഇതിനകത്ത് നമുക്കൊരു വില്ല വിൽപ്പനയ്ക്കുണ്ട്. കോട്ടയാടടക്കം 2950 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 ബെഡ്റൂം വില്ലയാണ്. നല്ല നീറ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വില്ലയാണ്. ഇഷ്ടികയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വില്ലയാണ്. 2014 വില്ല പ്രോജക്റ്റാണ്. പക്ഷേ നമുക്ക് ആ ഒരു വില്ലയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഒരു പഴക്കമൊന്നും തോന്നത്തില്ല. നമുക്ക് അതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം. നമ്മുടെ പ്രോജക്റ്റിനകത്തേക്ക് കയറുമ്പോൾ രണ്ടാമതായിട്ട് കാണുന്ന വില്ലയാണ് കേട്ടോ. അതായത് ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ വില്ലയാണ്. വില്ലയുടെ നമ്പർ വരുന്നത് B എന്നാണ് നമുക്ക് നമ്പർ വരുന്നത്. അതായത് രണ്ടാമത്തെ വില്ല. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്. നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്. ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളിയായിട്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഡീൽ ചെയ്യാം. നമ്മുടെ ഇതിനകത്ത് ഈ പ്രോജക്റ്റിനകത്തുള്ള വീടുകളുടെ ഒരു ഭംഗിയുണ്ടോ, നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. നമുക്ക് 2014 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 വർഷമായ വീടാണ്. പക്ഷേ അതിനകത്തൊരു പൊട്ടലോ വിള്ളലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. നല്ല നീറ്റായിട്ടുള്ള ഭംഗിയായിട്ടൊരു വീട്. ഇതാണ് നമ്മുടെ വീട്. ഇത് ടോട്ടലായിട്ട് 6.5 സെൻറ്റ് സ്ഥലത്ത് 2950 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ നിർമ്മിതി വരുന്നത്. ഇത് എക്സ്ക്ലൂഡിങ് കോട്ടയാടാണെന്നുണ്ടെങ്കിൽ, കോട്ടയാട് ഇല്ലാണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 2600 സ്ക്വയർ ഫീറ്റിനടുത്തിട്ട് ഇതിൻ്റെ നിർമ്മിതി വരും. നമുക്കിത് മുറ്റത്ത് അത്യാവശ്യം നല്ലൊരു മുറ്റമുണ്ട്. കവേർഡായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് കാണാം. ഇതിനകത്ത് ഇപ്പോൾ അവർ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്തൊക്കെയാണ് കേട്ടോ. വേറൊരു പ്രോജക്റ്റ് ക്ലിയർ ചെയ്തെടുത്തുന്നത്, അവരുടെ ഒരു ഓഫീസ് ക്ലിയർ ചെയ്ത് അവിടെ നിന്നുള്ള സാധനങ്ങളാണ് ഈ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല കവേർഡായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഒരു വണ്ടി കയറ്റിയിട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് മുറ്റം കിട്ടുന്നുണ്ടാവും കേട്ടോ. ഇതാണ് നമ്മുടെ വരാന്ത വരുന്നത്. വീടിന് ചുറ്റോടുമൊക്കെ ഇത്തിരി ഒന്ന് കാടൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. അകത്തേക്കോ. നമ്മുടെ ഡോറൊക്കെ നോക്കിയേ, ഡിജിറ്റൽ ലോക്കാണ് വെച്ചിട്ടുള്ളത്. അകത്തേക്ക് വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു സ്പേസ് ആണ്. നമുക്കിതാ ഇവിടെ നമ്മുടെ ലിവിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ ആയിട്ട് നമുക്ക് ഡൈനിങ് സ്പേസ് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ ഒരു മേജർ ഹൈലൈറ്റ് ആണ് പിൻവശത്തായിട്ട് കാണുന്ന ഈ ഒരു കോർട്ട്യാർഡ്. ഈ കോർട്ട്യാർഡ് വന്നിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് സേഫ്റ്റി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ 2 ചെറിയ ഫിഷ് ടാങ്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിനകത്ത് മീനൊന്നും ഇട്ടിട്ടില്ല, ചുമ്മാതെ വെള്ളം കെട്ടി കിടക്കുവാണ്. അതുപോലെ ഇങ്ങനെ ഒരു മാവ് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കറക്റ്റായിട്ട് അതിനൊന്നും മുറിച്ചൊന്നും വിട്ടിട്ടില്ല. ഇതിൻ്റെ ഇടയിലൂടെ തന്നെ പുറത്തേക്ക് വളർത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് കവേർഡായിട്ടുള്ള നല്ല രീതിയിൽ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന രീതിയിലുള്ള, അതായത് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കോർട്ട്യാർഡുണ്ട്. അതാണ് നമ്മുടെ ഈ വീടിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് കേട്ടോ. ഇനി ബെഡ്റൂമിൽ നമുക്ക് 1-2 ഹൈലൈറ്റ് ഉണ്ട്. ഒരു കിഡ്സ് റൂം ഉണ്ട്, അതുകൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്യാം. വാഷ് ഏരിയ വരുന്നത് ഇവിടെയാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ. നമുക്ക് ഈ കിച്ചണിനകത്തും അതുപോലെ തന്നെ കബോർഡും ഒക്കെ റീസെൻ്റ് ആയിട്ട് ചെയ്തതാണ്. നോക്കിയേ, നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. നമുക്ക് ഈ കിച്ചൺ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ലാബ് എല്ലാം പുതിയതാണ്. അതുപോലെ ഇതൊക്കെ നോക്കിയേ, കണ്ടോ, ഒത്തിരി അധികം ഫെസിലിറ്റീസ് ഉള്ള ഒരു വാഷ് ബേസിനാണ്. ഇതിനകത്ത് നമുക്ക് ഗ്ലാസ് ഒക്കെ കൊണ്ടുവന്ന് കഴുകാൻ പറ്റും. അതുപോലെ ഡിഷ് വാഷറെല്ലാം ഇതിനകത്ത് കീപ്പ് ചെയ്യാം. അതിന് തന്നെ നമുക്ക് ഓരോ രീതിയിൽ ഇതിനെ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അങ്ങനെയുള്ള കുറേ ഇലക്ട്രിക്കലായിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ സ്റ്റൗ വരുന്നത്. ഒരു 3 ബർണർ സ്റ്റൗ എല്ലാം ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട്. അവിടെയും വാഷ് ബേസിൻ, സിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പിൻവശത്തെ ഈ കോർട്ട്യാർഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും. ഒന്ന് പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ ഒരു തണലത്തിരുന്ന് നമുക്ക് വേണമെങ്കിൽ അടുക്കളയ്ക്കുള്ള കറക്കരിയും ചെറിയ പണികളൊക്കെ ഇവിടെ നിന്ന് വേണമെങ്കിൽ ചെയ്യാൻ കേട്ടോ. നമുക്ക് താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും മേളത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ഇതൊരു ബെഡ്റൂം, ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. നമുക്ക് ഇതിനകത്തൊരു കട്ടിൽ ഓൾറെഡി ഉണ്ട്. ഒരു കോട്ട് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കാണുന്ന കബോർഡെല്ലാം റീസെൻ്റ്ലി ചെയ്തതാണ്. കണ്ടോ, ഈ കബോർഡ് വർക്കുകളെല്ലാം റീസെൻ്റ്ലി ചെയ്തതാണ്. ഇതിപ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. ഇതെല്ലാം നല്ല നീറ്റായിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ മേളിൽ വേണമെങ്കിൽ കയറിയിരിക്കാം, സേഫായിട്ടിരിക്കാം.
അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഇതിൽ ഒരു ഓഫീസ് സ്പേസ് പോലെയാണ് നമുക്ക് ഈ ഒരു ഏരിയ പുള്ളി ഉപയോഗിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കട്ടിൽ തന്നെ ഇടാൻ സാധിക്കും, ഒരു പ്രശ്നമില്ല. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ഇപ്പോൾ ഒരു IT കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെ ഒരു വർക്ക് സ്പേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു സ്പേസിൽ നമ്മുടെ വർക്ക് സ്പേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ഇത് നമ്മുടെ ഒരു ഷെൽഫായിട്ടൊക്കെ എല്ലാം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കണ്ടോ, ഫുള്ളായിട്ട് ഇതുപോലുള്ള കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂംസ് ആണ് വരുന്നത് കേട്ടോ. ഈ സൈഡിലേക്ക് ഒന്ന്, ഇവിടേക്ക് ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂം ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇത് വന്നിട്ടൊരു കിഡ്സ് റൂമാണ് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ ഇത് നോക്കി, ഒരു മേളിലായിട്ട് നമുക്കൊരു കട്ടിൽ ചെയ്തിട്ടുണ്ട്, ഒരു കോട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് ഒരു സ്റ്റഡി ഏരിയ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കിടക്കാൻ പറ്റും കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ്, വലിയൊരു ജനലുണ്ട്. അപ്പോൾ അതുവഴി ഇങ്ങനെ വെട്ടകത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ കയറി കിടക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ബുക്കൊക്കെ വായിക്കാം, നല്ല രസമാണ്. ഇവിടെയും വലിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട്. ഈ ജനലിൻ്റെ അവിടെ നമുക്കൊന്ന് ഇരിക്കാനുള്ള പ്രൊവിഷനെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലെല്ലാം സ്പേസ് കൊടുത്ത് വലിയൊരു കബോർഡ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന കബോർഡ് മാറ്റിയിട്ട് ഇപ്പോൾ പുതുതായിട്ട് റെനോവേറ്റ് ചെയ്ത വർക്കാണ്. കെട്ടിടത്തിൻ്റെ സ്ട്രക്ചർ വന്നിട്ട് ഇൻടാക്റ്റ് ആണ്, കാരണം ഇഷ്ടികയിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. ഇത് നോക്കി, ഇതിലും ഇതുപോലുള്ള കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ റൂമിൽ കാണിച്ച കണക്കുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് വലിയൊരു കട്ടിലൊക്കെ ഇട്ടാലും നമുക്ക് വീണ്ടും സ്പേസ് കിട്ടുന്നുണ്ട്. അത്രയും വലിപ്പമുള്ള റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് നമുക്ക് ഈ ഒരു ഓപ്പൺ ടെറസിലേക്ക് പോകാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ്. 2 സൈഡിലും ഇതുപോലുള്ള ഓപ്പൺ ടെറസ് ഉണ്ട്. മുൻവശത്ത് നമുക്ക് ബാൽക്കണി കൊടുത്തിട്ടില്ല കേട്ടോ. അതിന് വേണ്ടിയുള്ള സ്പേസ് പിൻവശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മേളിലേക്ക് നമുക്ക് ടെറസിലേക്കും വരുമ്പോഴത്തേക്കും ഫുള്ള് റൂഫാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള ഓടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്ന് കവേർഡ് സ്പേസാണ്. ഇതുപോലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇന്നെല്ലാം കണക്ഷൻ എടുക്കാനായിട്ടുള്ള പ്രൊവിഷനെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. ഇതുപോലെ എനിക്കിവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു കോട്ടയാടാണ് കേട്ടോ. നമുക്കിത് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി നല്ലതുപോലെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷൻ. ഇതിനകത്ത് നമുക്ക് കുറച്ച് കോയി ഫിഷും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. എങ്ങനെയാ വെച്ചാൽ നമുക്കിങ്ങനെ കൈയൊക്കെ ഇട്ട് കൊടുത്താൽ മീനുകൾ ഇങ്ങനെ വന്ന് നമ്മളെ കയ്യിലൊക്കെ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കില്ലേ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ അറേഞ്ച് ചെയ്യാം. ഒരു ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. പിൻവശത്തേക്ക് ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ഈ വീടിന് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാം. നമുക്കിവിടെ നിന്ന് വട്ടിയൂർക്കാവ് ജംഗ്ഷനിലേക്ക് ഒരു 2.5 കിലോമീറ്റർ അതിനകത്തുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത്. വട്ടിയൂർക്കാവ് ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 700 കോടി രൂപയുടെ പ്രോജക്റ്റാണ് വട്ടിയൂർക്കാവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പാലവും അതുപോലെ റോഡിൻ്റെ വൈഡനിങ്ങും എല്ലാം കൂടെ ആയിട്ട് വട്ടിയൂർക്കാവിൻ്റെ ഒരു ലുക്ക് തന്നെ അങ്ങ് മാറും. അപ്പോൾ നമുക്കിവിടുത്തെ പ്രൈസ് എല്ലാം ഇനിയിപ്പോൾ ഭയങ്കരമായിട്ട് ഹൈക്ക് ചെയ്യുന്നുണ്ടാവും. നമുക്ക് പക്ഷേ ഇത് നല്ലൊരു പ്രൈസ് റേഞ്ചിനാണ് വന്നത്. ഇന്ന് ഇതുപോലൊരു വീട് നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു 1.25-1.5 കോടി ആ ഒരു റേഞ്ചിലോട്ട് പ്രൈസ് പോകും കേട്ടോ. ഇഷ്ടികയിൽ ഇതുപോലൊരു വീട് ഇന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇത്തിരി പഴക്കമുള്ള വീടായതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു നല്ല പ്രൈസിന് വാങ്ങാൻ പറ്റുന്നത്. നമുക്ക് ടോട്ടലായിട്ട് 6.5 സെൻറ്റിൽ ഈ ഇൻക്ലൂഡിങ് ഈ കാണുന്ന കോട്ടയാട് അടക്കം 2950 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 4 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഓണറിനെ നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും.